ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, മുക്കോല ഡിസ്ട്രിക്റ്റിൻ്റെ കീഴിലെ ഇമ്മാനുവേൽ CSI കല്ലയം ദേവാലയത്തിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ബാധ്യതകൾ ഒഴിവാക്കുന്നതിനും പൂർത്തിയാക്കപ്പെടേണ്ടുന്ന പണികൾ പൂർത്തിയാക്കുന്നതിനുമായിട്ട് ആരംഭിച്ച ഭാഗ്യവിസ്മയം നറുക്കെടുപ്പിൻ്റെ ഇന്നേ ദിവസത്തെ നറുക്കെടുപ്പ് ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് പ്രാർത്ഥനയോടുകൂടെ ആരംഭിക്കുകയാണ്. ദൈവസന്നിധിയിൽ നാം ആഗ്രഹിക്കുന്ന കാര്യാതി നടത്തിപ്പിനായി ദൈവസാന്നിധ്യം തേടാറുണ്ടല്ലോ. ഈ സമയവും ഈ അനുഗ്രഹീതമായ പദ്ധതിയുടെ സുതാര്യമായി നടത്തിപ്പിനായി ദൈവത്തോട് പ്രാർത്ഥിക്കാം. തിരുസഭയുടെ നാഥനായ വാഴ്ത്തപ്പെട്ട നല്ല കർത്താവേ, അനുഗ്രഹീതമായ വിശുദ്ധ ദിവസത്തിൻ്റെ ഉച്ചതിരിഞ്ഞ സമയത്തിനായി തിരുസന്നിധിയിൽ സ്തോത്രം അർപ്പിക്കുന്നു. ഈ പ്രദേശത്തൊരു ദേവാലയം ഉണ്ടാകാൻ ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം ഞങ്ങൾ ആരംഭിച്ച ഇതുവരെയൊക്കെ എത്തിച്ചേരാൻ ദൈവമിടയാക്കി തീർത്തുവല്ലോ. ഈ നിർമ്മിതി കാര്യാദിയിൽ കഴിഞ്ഞ 4 വർഷങ്ങളിൽ സഹായിച്ച എല്ലാവരെയും ഞങ്ങൾ നന്ദിയോടുകൂടെ ഓർക്കുന്നു. ഇന്നും ഈ പദ്ധതിയിലൂടെ പങ്കുചേരുന്ന പ്രിയപ്പെട്ട എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. തങ്ങളുടെ ഞെരുക്കങ്ങളുടെ മധ്യത്തിൽ സഹായിക്കുന്ന പ്രിയപ്പെട്ട എല്ലാവരെയും അങ്ങ് അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ. ഇനിയും നാളുകളേറെയുണ്ട്. ഡിസംബർ മാസം 31-ാം തീയതി വരെ നൽകേണ്ടുന്ന തുകകളൊക്കെ നൽകത്തക്ക തരത്തിൽ പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും സാമ്പത്തികമാകുന്ന ഭദ്രത നൽകണമേ. ഇത് നിക്ഷേപിക്കുന്നതിന് നന്മകൾ അനുഭവിപ്പാനും ഇടയാക്കി തീർക്കണം. ഇന്നത്തെ നറുക്കെടുപ്പ് അനുഗ്രഹീതമായി തീരാൻ കൃപയാൽ സഹായിക്കണം. സർവ്വതും യേശുവാ സമർപ്പിക്കുമ്പോൾ പ്രാർത്ഥന ദയവായി കേൾക്കണമേ. ആമേൻ. വിശിഷ്ട അതിഥിക്ക് സ്വാഗതം ആശംസിക്കുന്നതിനായി ഈ നറുക്കെടുപ്പ് പദ്ധതിയുടെ കോർഡിനേറ്ററും സഭയുടെ സെക്രട്ടറിയുമായിരിക്കുന്ന ബഹുമാനായ ജി വിജയരാജ് അവറുകളെ ക്ഷണിക്കുന്നു. വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ സഭയുടെ അധ്യക്ഷനായിരിക്കുന്ന റവറൻഡ് ഡോക്ടർ JW പ്രകാശ് അച്ഛൻ അവർകളെ, ഇന്നത്തെ ഈ നറുക്കെടുപ്പിന് വീക്ഷിക്കുവാൻ വിലയിരുത്തുവാൻ സന്നിഹിതനായിരിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ റവറൻഡ് സൽ അച്ഛൻ അവർകളെ, നറുക്കെടുപ്പ് പ്രവർത്തനത്തിന് ചുക്കാൻ പിടിക്കുന്ന സ്നേഹമുള്ള അഖിൽ, വിനീത, വിചിത്ര, പ്രിയപ്പെട്ടവരെ, ഇതിൻ്റെ പിന്നിൽ അധ്വാനിക്കുന്ന പ്രമീള, ഷാരോൺ രാജ്, ആനന്ദ്, സച്ചിൻ മുതലായ ഞങ്ങളുടെ യുവജനങ്ങളെ, ആദ്യകാലം മുതൽ ഇതുവരെയും പ്രവർത്തനത്തിൽ വ്യാപൃതയായിരുന്ന സ്നേഹമുള്ള റാണി അവർകൾ, ദീപ, ക്യാമറ സുഹൃത്ത്, എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കട്ടെ. നമുക്കെല്ലാം അറിയാവുന്നതുപോലെ ഇന്നത്തെ നറുക്കെടുപ്പും ഇത്തരത്തിൽ നടത്തുവാൻ സർവ്വവല്ലഭനായ ദൈവം സഹായിച്ചതിനെ ഓർത്ത് ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നു. വളരെയധികം ഭാരത്തോടും പ്രയാസത്തോടും കഷ്ടതയോടും ഒക്കെ കൂടെയാണ് ഈ നറുക്കെടുപ്പ് നടത്തുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. വളരെ ത്യാഗോജ്ജലമായ രീതിയിൽ പ്രവർത്തനം നടത്തി വരുമ്പോൾ കടബാധ്യതകൾ ഏത് വിധേനയും തീർക്കുക എന്നുള്ള സതുദ്ദേശത്തോടു കൂടിയാണ് ഈ സംരംഭത്തിൽ നാം എല്ലാം വ്യാപൃതരായിരിക്കുന്നത്. ഇന്ന് നടക്കുന്ന ഈ നറുക്കെടുപ്പിൽ വിശിഷ്ടാതിഥികൾക്ക് സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ് എൻ്റെ ദൗത്യം. ആദ്യമായി സ്വാഗതം ആശംസിക്കേണ്ടത് നമ്മുടെ ശുശ്രൂഷകനായിരിക്കുന്ന റവറൻഡ് ഡോക്ടർ JW പ്രകാശ് അച്ഛൻ അവർകളാണ്. ഇതിൻ്റെ പ്രാരംഭം മുതൽ ഈ നിമിഷം വരെയും വളരെ ത്യാഗോജ്ജലമായ രീതിയിൽ പ്രവർത്തനം എടുത്തു വരുന്ന മാന്യ വ്യക്തിയാണ് റവറൻഡ് ഡോക്ടർ JW പ്രകാശ് അച്ഛൻ. അച്ഛൻ്റെ പ്രാരംഭകാലം മുതലുള്ള പ്രവർത്തനങ്ങളാണ് ഇന്ന് ഈ മികവുറ്റ രീതിയിൽ ഈ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുവാൻ അച്ഛന് കഴിഞ്ഞിട്ടുള്ളത്. പലവിധമായ പ്രതിസന്ധികളുടെയും ബുദ്ധിമുട്ടിൻ്റെ ഇടയിൽ കൂടിയും ഈ ഒരു സംരംഭം വിജയിച്ചെടുക്കുവാൻ അച്ഛൻ അഹോരാത്രം പണിപ്പെടുന്നു എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. ശക്തമായ നേതൃത്വം എവിടെയുണ്ടോ അവിടെയാണ് വിജയമുണ്ടാകുന്നത് എന്നാണ് നമ്മുടെ പഠനങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്. എല്ലാ കാര്യാദികളിലും ചുക്കാൻ പിടിക്കുന്ന ഈ സഭയിലെ ശുശ്രൂഷനായിരിക്കുന്ന ഇന്നത്തെ അധ്യക്ഷനായിരിക്കുന്ന റവറൻഡ് ഡോക്ടർ JW പ്രകാശ് അച്ഛന് ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ആശംസിക്കുന്നു. ഇന്നത്തെ ഈ നറുക്കെടുപ്പ് വീക്ഷിക്കുവാനായി സന്നിഹിതനായിരിക്കുന്ന വിശിഷ്ട അതിഥി ബഹുമാന്യനായ റവറൻഡ് സനൽ അച്ഛൻ അവർകളാണ്. ഒരുപക്ഷെ വളരെ സുപരിചിതനായിരിക്കും അദ്ദേഹം.
ഇതിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി വളരെയധികം ത്യാഗോജ്ജലമായി പ്രാർത്ഥിക്കുകയും ഇതിൻ്റെ നന്മയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയും ചെയ്യുന്ന വ്യക്തികളിൽ പ്രധാനപ്പെട്ട ഒരാളാണ് ബഹുമാന്യനായ സൻലച്ചൻ. അദ്ദേഹത്തിൻ്റെ ആലയത്തിൽ ധാരാളം കൂപ്പണുകൾ എഴുതുകയും അതിൻ്റെ ഫലം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അതിന് വളരെയധികം സഹായിച്ചത് അച്ഛൻ്റെ മംഗലാപുരം സഭയിലെ അംഗങ്ങളെ ഞങ്ങൾ ഓർക്കുകയാണ്. മാത്രമല്ല, അച്ഛൻ ഒരു 3-4 വർഷത്തിന് മുൻപ് ഒരു വാർഡ് കൺവെൻഷനിൽ വളരെ ശക്തമായ രീതിയിൽ വചനം സംസാരിച്ചു. ഇന്നും അനേകം പേരുടെ പിശാചിൻ്റെ പിടിയിൽ അകപ്പെട്ടവരെയും രോഗങ്ങളും ദുരിതങ്ങളും ഒക്കെ അനുഭവിക്കുന്നവരുടെയും ദൈവത്തിൽ നിന്ന് ആശ്വാസം കൊടുക്കുവാൻ അച്ഛന് സാധ്യമായിട്ടുണ്ട്. അച്ഛൻ ഈ ആലയത്തിൽ വന്നത് ഒരുപക്ഷെ ഒരു അനുഗ്രഹത്തിന് കാരണമായി തീരട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. എവിടെയെല്ലാം അച്ഛൻ പ്രാർത്ഥിക്കുന്നുവോ, ആർക്കെല്ലാം വേണ്ടി സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ, വേദനയിലും ഭാരത്തിലും ആരെല്ലാം ആയിരിക്കുന്നുവോ അവർക്കെല്ലാവർക്കും അച്ഛൻ്റെ പ്രാർത്ഥനയിലൂടെ ആശ്വാസവും അനുഗ്രഹവും നന്മയും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഇന്നത്തെ വിശിഷ്ട അതിഥിയായി നമ്മുടെ മധ്യേ സന്നിഹിതനായിരിക്കുന്ന റവറൻഡ് സൻലച്ചന് ഈ സമയം ഇമ്മാനുവേൽ CSI സഭയുടെ പേരിലും നമ്മുടെ വ്യക്തിപരമായ പേരിലും ഹാർദവമായ സ്വാഗതം ആശംസിക്കുന്നു. അദ്ദേഹത്തിന് സമ്മാനം അർപ്പിക്കുന്നു, സ്വീകരിക്കുവാൻ ക്ഷണിക്കുന്നു. നമ്മുടെ നറുക്കെടുപ്പ് എന്ന് പറയുന്നത് വളരെ നിസ്സാരപ്പെട്ടൊരു കാര്യമല്ല. നാം എല്ലാം ധരിക്കുന്നത് പോലെ വളരെ വിജയത്തിലെത്തണമെന്നുമില്ല. ഒരുപക്ഷെ അതിൻ്റെ പിന്നിലുള്ള അധ്വാനം എന്ന് പറയുന്നത് ഒരു കൂപ്പൺ വിറ്റഴിക്കുമ്പോൾ ഒരുപക്ഷെ ആദ്യമൊക്കെ 500 രൂപ വെച്ച് തരുമെങ്കിലും അനുഭവങ്ങൾ മനസ്സിലാക്കുന്നത് പൂർത്തീകരിക്കുവാൻ കഴിയാതെ 2 തവണയൊക്കെ ആകുമ്പോൾ ബ്രേക്ക് ചെയ്യുന്നവരും അനേകം പേരുണ്ട്. എങ്കിലും അതിൻ്റെ മധ്യത്തിലും വിജയം കണ്ടെത്തുവാൻ കഴിയുമോ എന്നുള്ള ഉദ്ദേശത്തോടുകൂടി അഹോരാത്രം പണിപ്പെട്ടു പോവുകയാണ്. ഇതിനുവേണ്ടി അശ്രാന്ത പരിശ്രമം ചെയ്യുന്ന നമ്മുടെ പിന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന അനേകം മക്കളുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് അഖിൽ അവറുകളാണ്. അദ്ദേഹത്തോടൊപ്പം വിനീത, വിചിത്ര, അനീഷ് മുതലായവരുമുണ്ട്. അവരെ സഹായിക്കുവാനായി പ്രമീള, ഷാരോൺ രാജ്, സച്ചിൻ, ആനന്ദ്, അജയ് ബിനു, വിജയ് ബിനു തുടങ്ങിയവരും ഇതിൻ്റെ പിന്നിലുണ്ട്. അഭിജിത്തുണ്ട്. എല്ലാവരും ഈ സമയം ഓർക്കുകയാണ്. അവരവിടെ ചുമ്മാതെയൊന്നും ഇരിക്കുന്നില്ല. അവരെ കൊണ്ട് കഴിയുന്നതിനപ്പുറമായ പ്രവർത്തനങ്ങൾ ഈ നാളുകളിലൊക്കെയും ചെയ്തു വരുന്നു. ഇന്നും പ്രഭാതത്തിൽ കടന്നുപോയ ഷാരോണും പ്രമീളയും വിജയരാജ്, ഞാനും ആനന്ദുമൊക്കെ വൈകുന്നേരമാണ് മടങ്ങി വന്നത്. അനേകം പേരെ കാണുകയും അവരെ കൂപ്പണിലുള്ള തുകകൾ സമാഹരിക്കുകയൊക്കെ ചെയ്ത് മടങ്ങി വന്നിരിക്കുകയാണ്. ദൈവം എന്തായാലും ഇതിനൊരു പ്രതിവിധി ഉണ്ടാക്കും, ഒരു നന്മ ചെയ്യും. എല്ലാവരുടെയും പ്രാർത്ഥന ആവശ്യപ്പെടുന്നു. ഇതിൽ പങ്കാളികളാകുന്ന എല്ലാവർക്കും സ്വാഗതം ആശംസിക്കുന്നു. പ്രത്യേകിച്ച് നമ്മുടെ ക്യാമറാമാൻ വളരെ സഹിഷ്ണുതയോടുകൂടി 4 മണിക്ക് ഇവിടെ കടന്നു വന്നു. അദ്ദേഹം വളരെ താല്പര്യത്തോടുകൂടി നമ്മുടെ മധ്യേ ആയിരിക്കുന്നു. അദ്ദേഹം ശക്തിയോടുകൂടി കാത്തിരിക്കുന്ന അദ്ദേഹത്തിന് ഈ സമയം സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കൃത്യത്തിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. CSI കൊല്ലം കൊട്ടാരക്കര മഹായിടവകയുടെ പട്ടക്കാരനും കേരള റീജിയണൽ VBSൻ്റെ ചുമതലക്കാരനുമായിരുന്നു. അനുഗ്രഹീതനായ ദൈവഭക്തനായ ശുശ്രൂഷകൻ സൽരാജൻ്റെ സാന്നിധ്യം നമുക്ക് ഈ നറുക്കെടുപ്പിൽ ഏറെ അനുഗ്രഹമാണ്. നമ്മളോട് ആശംസ സന്ദേശം പറയുന്നതിനായിട്ട് ബഹുമാനായ അച്ഛനെ ക്ഷണിക്കാം. ഏറ്റവും സ്നേഹവും ആദരവുമുള്ള റവറൻഡ് ഡോക്ടർ JW പ്രകാശ് അച്ഛൻ, ഞാൻ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന സ്നേഹമുള്ള വിജയരാജ് സാറ്, എൻ്റെ പ്രിയ സുഹൃത്ത് അഖില്, എനിക്ക് പരിചയമായ പ്രിയപ്പെട്ടവർ, സ്നേഹമുള്ള കൊച്ചമ്മ, മറ്റെല്ലാവർക്കും ദൈവനാമത്തിൽ സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കുന്നു. ഞാൻ നിങ്ങളുടെ ഇടയിലൊരു ഒന്നും അറിഞ്ഞുകൂടാത്ത ആളൊന്നുമല്ല. നിങ്ങളുടെ വളർച്ചയും നിങ്ങളുടെ തളർച്ചയും നിങ്ങളുടെ സങ്കടവും സന്തോഷവും ഒക്കെ നോക്കിക്കാണുന്ന, അടുത്തില്ലെങ്കിലും അടുത്തുള്ളതുപോലെ മനസ്സിലാക്കുന്ന ഒരാളാണ്. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളുടെ മധ്യത്തിൽ നിന്നായിരിക്കാൻ ദൈവം കൃപ നൽകി. ഞങ്ങൾക്കൊന്നൊരു കൺവിഷൻ ഉണ്ടായിരുന്നു. എന്നാൽ വളരെ പെട്ടെന്ന് ആ കൺവിഷൻ ഇന്നലെ കൊണ്ടത് ഒരു സാധ്യതയില്ലാതെ അവിടെ ഒരു പ്രയാസം വന്നതുകൊണ്ട് ആണ് എനിക്ക് ഇന്ന് ഇവിടെ വരാൻ പറ്റിയത്. എന്നാലും ഞാൻ ഭാരപ്പെട്ടു, 5 മണിക്ക് എത്താൻ പറ്റില്ല, അതുകൊണ്ട് എങ്ങനെ എത്തുമെന്നൊക്കെ വിചാരിച്ചതാണ്. പക്ഷെ കൃത്യം ദൈവം ഇവിടെ എത്തിക്കണമെന്നുള്ള പ്ലാൻ ദൈവത്തിൻ്റെതാണ്.
ഞാൻ എൻ്റെ സഭയിൽ പറയുന്നൊരു പദമുണ്ട്. നമ്മൾ ദൈവനാമത്തിൽ ലക്ഷങ്ങളും കോടികളൊക്കെ നമ്മൾ പറയും. 1 കോടി രൂപ അല്ലെങ്കിൽ 2 കോടി രൂപ, 30 ലക്ഷം രൂപ. എന്നെ ദൈവം പഠിപ്പിച്ച് നമ്മുടെ ദൈവത്തിന് അതിൻ്റെ വില ഇടുന്നതിനൊന്നും എന്താ പറയുക, ദൈവത്തിന് ആ വിലയൊന്നുമല്ല നമ്മൾ ഇടേണ്ടത്. നമ്മുടെ ദൈവത്തിന് മുമ്പ് ഇതൊന്നുമല്ല. പക്ഷെ മനുഷ്യരായി നമുക്ക് നാം എടുക്കുന്ന, നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഒത്തിരി സാഹചര്യങ്ങൾ വരുമ്പോൾ നമുക്കത് വലിയ ഭാരമായി തോന്നും. പക്ഷെ പ്രാർത്ഥിക്കുന്ന ഒരു ജനത്തെ സംബന്ധിച്ച് അത് നിസ്സാരമാണ്. ഇസ്രായേൽ മക്കൾ കനാനിൽ എത്തുന്നവർ എത്ര ലക്ഷം രൂപയുടെ ഭക്ഷണവും വെള്ളവും വഴിയും യുദ്ധജയവും ഒക്കെ ദൈവം കൊടുത്തു. ദൈവം ഒരു വഴി തുറന്നാൽ അതിനകത്ത് ഒരു ചെങ്കടൽ 2ആയി കീറുക എന്ന് പറഞ്ഞാൽ ഏകദേശം 2250 കിലോമീറ്റർ നീളമെന്നാണ് അതിനെപ്പറ്റി ചരിത്രം പഠിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കടലിനെ 2ആക്കി ഒരു വഴി ഒരുക്കാൻ മനുഷ്യൻ ശ്രമിച്ചാൽ ഒത്തിരി പൈസകൾ ചിലവാക്കേണ്ടി വരും. പക്ഷേ ദൈവം ഒരു വഴി തുറന്നാൽ, ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ, ഈ പ്രത്യേകമായ നിങ്ങളുടെ ഉദ്യമത്തെ എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ വരുമ്പോൾ ആദ്യത്തെ ദേവാലയത്തിൻ്റെ പിന്മുറിയിൽ നിന്ന് ഞങ്ങൾ ആദ്യമായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ഒരുപക്ഷെ ഈ ശുശ്രൂഷ വലിയ എളുപ്പമുള്ളതല്ലെന്ന് പരിശുദ്ധാത്മാവ് ഇടപെടുകയും അച്ഛനോട് ഞാൻ പറഞ്ഞു, ഇതേ പദമാണ് പറഞ്ഞ അച്ഛൻ, ഒരു ഞെരുക്കമുള്ള ശുശ്രൂഷയാണ് അച്ഛനിവിടെ ഉണ്ടല്ലോ. കാരണം അച്ഛൻ എവിടെയൊക്കെ പോകുന്നു അവിടെയൊക്കെ കൂടെ സഞ്ചരിക്കുന്ന ഒരാളും ഒക്കെയാണ് ഞാൻ. ഞങ്ങൾ ഇന്നലെ ഒരുമിച്ച് കോട്ടയത്ത് പോയി, രാത്രിയിൽ ഒരുമിച്ച് തിരിച്ചു വന്നു. അതിങ്ങനെ ഒരു ശുശ്രൂഷയിൽ ഒരുമിച്ച് നിൽക്കുന്ന ആളുകളായതുകൊണ്ട് തന്നെ ഇവിടെ ഇരുന്നപ്പോൾ ആദ്യമായിട്ട് ഒത്തിരി കാര്യങ്ങൾ പറയാം. പക്ഷേ ദൈവാത്മാവ് പറഞ്ഞു, ഈ ഞെരുക്കത്തിൻ്റെ ശുശ്രൂഷയാണ്. പക്ഷെ അടുത്ത പദമുണ്ട്, ഞെരുക്കത്തിലിരുന്നപ്പോൾ നീ എനിക്ക് വിശാലത വരുത്തി. നിശ്ചയമായി ഇതൊരു പ്രവചന ശബ്ദം പോലെ അത് തന്നെ സംഭവിക്കും. നിങ്ങളുടെ അവസ്ഥകളിൽ ദൈവം വലിയ ദൈവപ്രവൃത്തി അയക്കും. നിങ്ങൾ ഒത്തിരി ഇതിനു വേണ്ടി ബന്ധപ്പെടുകയും ചിലവാക്കുകയും ചെയ്തു. പക്ഷെ ഇവിടെ നിൽക്കുമ്പോൾ ഇന്നലെ രാത്രിയിൽ ഞങ്ങൾ ഫോൺ സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞ പദം പറയുന്നു, നിങ്ങൾക്ക് വേണ്ടി ദൈവം ഒരു അത്ഭുതം ചെയ്യും. അതെനിക്ക് ഉറപ്പാണ്. നിങ്ങൾക്ക് വേണ്ടി ദൈവം ഒരു അത്ഭുതം ചെയ്തിരിക്കും ഈ സഭയ്ക്ക് വേണ്ടി. ഇത് ആരുടെയും വീടിൽ ആരുടെയും പേരോ ആരുടെയെങ്കിലും കുടുംബ സ്വത്തായിട്ടൊന്നുമല്ല. ഇത് ദൈവനാമം മഹത്വപ്പെടാൻ വേണ്ടിയാണ്. ഒരുപക്ഷെ ഇത് അനേക ജാതികൾക്ക് ദൈവത്തെ വിളിച്ചപേക്ഷിക്കാനുള്ള ഒരിടമായി തീരും. നിങ്ങളുടെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ ഒത്തിരി ആളുകൾ ഇങ്ങനൊരു ദൈവാലയം ഇവിടെ ഉണ്ടായി വന്നത് ഞങ്ങൾക്ക് അനുഗ്രഹമാണെന്ന് പറയത്തക്ക തരത്തിൽ പലരോടും ദൈവം ഇടപെടും. ഈ ദേശത്തിൽ ജാതി മത ഭേദമന്യേ ദൈവം ഇടപെട്ടിരിക്കും, നിശ്ചയമായി ഇടപെടും. നിങ്ങൾ പ്രാർത്ഥിക്കണം. അടുത്തൊരു തലമുറയ്ക്ക് വേണ്ടി, അടുത്ത ഒരു ജനത്തിന് വേണ്ടി ദൈവം ഇത് ഒരുക്കി വച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇത് ദൈവത്തിൻ്റെ പ്ലാൻ അല്ലെങ്കിൽ ഇതിൻ്റെ പ്രതിഷ്ഠയും നടക്കത്തില്ല, ഇതൊന്നും ചെയ്യത്തില്ല. പക്ഷേ ദൈവത്തിൻ്റെ പദ്ധതിയാണ്, അത് നടന്നിരിക്കും. നമ്മൾ ഇത്രയും പേര് ഇന്ന് ഈ ആലയത്തിനകത്തിരിക്കണമെന്ന് ദൈവം മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ടുണ്ട്. നമ്മളിവിടെ ഇരുന്നിരിക്കും. നമ്മൾ ദൈവത്താൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ഞാൻ അവസാനിപ്പിക്കട്ടെ. നിങ്ങളുടെ ഈ ശ്രമത്തിന് ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹം ഉണ്ടായിരിക്കും. ഒരുപക്ഷെ നമ്മുടെ ദൈവം 3.5 വർഷം ജീവിച്ച അവൻ ആർക്കും കടക്കാരനല്ല. ഒരു ശുശ്രൂഷൻ ഇവിടെ വന്നിട്ട് പോയിട്ട് ബാധ്യതയോടെ പോകാൻ ദൈവം അനുവദിക്കത്തില്ലെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അച്ഛൻ എപ്പോഴും എൻ്റെ അടുത്ത് പറയും, ഞാൻ പോകുന്നതിന് മുമ്പ് എനിക്ക് ഇവിടുത്തെ എല്ലാ ബാധ്യതയും തീർത്തിട്ട് പോകണമെന്ന് എപ്പോഴും പറയുന്ന, അതിനുവേണ്ടി പ്രാർത്ഥിക്കണമെന്ന് നിരന്തരം പറയുന്നൊരു അച്ഛനാണ്. അതുകൊണ്ട് നിങ്ങൾ ഒരു കമ്മിറ്റിക്കാരനായോ സെക്രട്ടറിയായോ ഒരു ചുമതലയിലോ വന്നിട്ട് നിങ്ങളെ ദൈവനാമത്തിൽ ദൈവം കടക്കാരനാക്കത്തില്ല. അതെനിക്ക് ഉറപ്പുണ്ട്. ദൈവം നിങ്ങളെ മാനിക്കും, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. എല്ലാ നന്മകളും എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്കുണ്ടാകട്ടെ. അല്പത്തിൽ വിശ്വസ്തരായിരിക്കുമ്പോൾ അധികത്തിൽ വിചാരകനാക്കും ദൈവമുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നു, നിങ്ങൾ എന്തെങ്കിലും ചെയ്താൽ അതിൻ്റെ നന്മ നിങ്ങൾക്കുണ്ടാകും. ഞാൻ പോകുമ്പോൾ പറയുന്ന സാക്ഷ്യമാണ്. എൻ്റെ 15-ാമത്തെയും 16-ാമത്തെ വയസ്സിൽ ഞാൻ എൻ്റെ പള്ളിയിലെ കപ്പിയാരായിരുന്നു. എൻ്റെ പള്ളി തൂത്തും തുടച്ചും ബെഞ്ച് കഴുകിയും തറ കഴുകിയൊക്കെ നടന്ന ആളാണ് ഞാൻ. പള്ളിയുടെ മുറ്റം തൂത്തും നടന്ന, അന്ന് അച്ഛന്മാരുടെ ബാഗും ചുമ നടന്ന ആളാണ്. ഇന്ന് ആ പള്ളിയിൽ അച്ഛനായിട്ടിരിക്കാൻ ദൈവം എനിക്ക് ഒരവസരം തന്നെങ്കിൽ നമ്മുടെ ദൈവത്തിനെല്ലാം കണക്കുണ്ട്. നമ്മുടെ ദൈവം നിസ്സാരപ്പെട്ട ഒരു ദൈവമൊന്നുമല്ല. അതുകൊണ്ട് നിങ്ങൾ ദൈവനാമത്തിൽ എന്തെങ്കിലും ചെയ്താൽ നിങ്ങളുടെ തലമുറയ്ക്ക് അനുഗ്രഹമാണ്. ഇന്നലെ ഞാൻ അങ്ങോട്ട് പോയപ്പോൾ അച്ഛനോട് ഞാൻ പറഞ്ഞു, അച്ഛനല്ല, ഞാനല്ല, നമ്മുടെ അപ്പന്മാരാണ് ഈ കുപ്പായിട്ട് നിൽക്കേണ്ടിയിരുന്നത്.
കാരണം അവരായിരുന്നു വിശ്വസ്തർ, അവരായിരുന്നു പ്രാർത്ഥിക്കുന്ന ആൾ. ഞാൻ അത്രത്തോളം എൻ്റെ അപ്പൻ്റെ അത്ര പ്രാർത്ഥിക്കുന്ന ആളല്ല, ഞാൻ അത്രത്തോളം വിശ്വാസമുള്ള ആളല്ല. ഞാൻ അച്ഛനോട് ഞാൻ പറഞ്ഞു, അച്ഛാ നമ്മളല്ല അർഹർ, നമ്മുടെ അപ്പന്മാരായിരുന്നു അർഹർ, പക്ഷേ ദൈവം അർഹതയില്ല നമുക്ക് തന്നു. അതുകൊണ്ട് നമ്മൾ വിശ്വസ്തരായിരുന്നാൽ നിങ്ങളുടെ അടുത്ത തലമുറയിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ദൈവം നിശ്ചയമായി മാനിച്ചിരിക്കും. ദൈവസഭയ്ക്ക് വേണ്ടി ഇടപെടുന്നോ, ദൈവസഭയ്ക്ക് വേണ്ടി നിൽക്കുന്നോ, നിങ്ങൾ ദൈവത്തിൻ്റെ ആളുകളാണ്. നിങ്ങൾ ദൈവത്തിൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ നിങ്ങളുടെ കാര്യം ദൈവം നോക്കും. എനിക്ക് വേറൊന്നും പറയാനില്ല. നിങ്ങൾ ദൈവത്തിൻ്റെ കാര്യം നോക്കാനാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങളുടെ കാര്യം ദൈവം നോക്കും. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. എല്ലാ ആശംസകളും എല്ലാ നന്മകളും എല്ലാ പ്രാർത്ഥനകളും അറിയിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നതിനെ ക്ഷണിച്ചതിന്, എന്നെ ഓർത്തതിന് പ്രത്യേകം നിങ്ങളോട് നന്ദി പറയുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. പ്രിയമുള്ളവരെ, നമ്മുടെ നറുക്കെടുപ്പ് നമ്മൾ ആരംഭിക്കുകയാണ്. കഴിഞ്ഞ നറുക്കെടുപ്പുകളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് കാണും. അതേ മുറയിൽ തന്നെയാണ് നടക്കുക. നമ്മുടെ 4 കുടങ്ങൾ ഇവിടെ ക്രമപ്പെടുത്തി വച്ചിട്ടുണ്ട്. നമ്മുടെ ആദ്യത്തെ കുടത്തിൽ 0 മുതൽ 5 വരെയുള്ള ടോക്കണുകളാണ് നമ്മൾ നിക്ഷേപിക്കുക. അത് ഞാൻ നിക്ഷേപിക്കുകയാണ്. 1, 0, 1, 2, 3, 4, 5 കുപ്പണുകൾ. 1 എന്ന് പറയുന്നത് കോമൺ നമ്പർ ആയിരിക്കും, രണ്ടാമത്തെ ഡിജിറ്റ് ആയിരിക്കും ഇത്. വീണ്ടും 0 മുതൽ 9 വരെ ടോക്കണുകളുണ്ട്. 0, 1, 2, 3, 4, 5, 6, 7, 8, 9. മൂന്നാമത്തെ കുടത്തിലും അതേ തരത്തിൽ തന്നെ 0, 1, 2, 3, 4, 5, 6, 7, 8, 9. നാലാമത്തെ കുടത്തിലും അതേ തരത്തിൽ തന്നെ 0, 1, 2, 3, 4, 5, 6, 7, 8, 9. ഇങ്ങനെ ടോക്കണുകൾ നമ്മൾ നിക്ഷേപിച്ചിട്ടുണ്ട്. നമ്മൾ കോമൺ നമ്പറായിട്ട് 1 നമ്പർ നമ്മൾ രേഖപ്പെടുത്തും. അതിനുശേഷം വരുന്ന ഓരോ ഡിജിറ്റുകളും നമ്മൾ എടുത്ത് ഈ ക്യാമറയിൽ കാണിച്ച് അത് രേഖപ്പെടുത്തിയിരിക്കും. അതിനെയാണ് സമ്മാനമായി നമ്മൾ കണക്കാക്കുക. ഇതിൻ്റെ ഡിജിറ്റുകൾ രേഖപ്പെടുത്തുന്നതിനായിട്ട് ആൻസി DS ക്ഷണിക്കുന്നു. നമ്മുടെ ടീമംഗങ്ങൾ, ഓഫീസ് ടീമംഗങ്ങൾ ഇവിടെ ഉണ്ട്. അവരായിരിക്കും തക്ക സമയം നമ്മുടെ റിസൾട്ട് പ്രഖ്യാപിക്കുക. അവരുടെ പറയുന്ന നിർദ്ദേശം, അവർ നൽകുന്ന ടോക്കൺ നമ്പർ നമ്മൾ രേഖപ്പെടുത്തുന്നതിൻ്റെ വ്യക്തിയെയും നമ്പറിനെയും അവർ കോറിലേറ്റ് ചെയ്ത് ആർക്കാണ് സമ്മാനം എന്നുള്ളത് പറയും. അതിവിടെ രേഖപ്പെടുത്തുകയും ചെയ്യുന്നതായിരിക്കും. ഒരു ഓഫീസ് ചെയറാണ്. 6ാം സമ്മാനം ടേബിൾ ഫാനാണ്. 5ാം സമ്മാനം ഒരു ടീപ്പോ. 4ാം സമ്മാനം ഒരു ഗ്രൈൻഡർ. 3ാം സമ്മാനം ഒരു ഡൈനിങ് ടേബിൾ. 2ാം സമ്മാനം ഒരു ഇൻഡക്ഷൻ സ്റ്റൗ. 1ാം സമ്മാനം 1 പവൻ്റെ കോയിനാണ്. ഇങ്ങനെ ആണ് സമ്മാനം. നമ്മൾ പതിവ് പോലെ 7ാം സമ്മാനത്തിൽ നിന്ന് നറുക്ക് ആരംഭിക്കുകയാണ്. അതിൻ്റെ ആദ്യത്തെ ടോക്കൺ ബഹുമാനമുള്ള അച്ഛൻ എടുക്കുന്നതായിരിക്കും. ആദ്യത്തെ നമ്പർ 2 ആണ്. ടോക്കൺ നമ്പർ 1. 1 ആണ് നമ്പർ. മൂന്നാമത്തെ നമ്പർ വരിക 1 ആണ്. 3 ആണ് അടുത്ത നമ്പർ. 3. 8 ആണ് നമ്പർ. നമ്മുടെ ടോക്കൺ ഇപ്പം കിട്ടിയിരിക്കുന്ന നറുക്ക് വേണ്ടി നമ്പർ 12138. 12138. നമ്മുടെ ഈ നറുക്കെടുപ്പ് നടത്തപ്പെട്ടിരിക്കുന്നത് ഓഫീസ് ചെയറിന് വേണ്ടിയിട്ടാണ്. 7ാമത്തെ സമ്മാനത്തിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ ഓഫീസ് അത് ചെക്ക് ചെയ്യുന്നുണ്ട്. അവരിപ്പോൾ മറുപടി പറയും. ഈ സമ്മാനത്തിന് അർഹമായിരിക്കുന്നത് 12138. സുചിത്ര എൻ്റെ ഭാര്യ വിറ്റ കൂപ്പണാണ്. നാലാഞ്ചിറയാണ്. സെൻറ് തോമസ് സ്കൂളിലെ ഒരു നേഴ്സാണ്. അവർക്കാണ് ഈ സമ്മാനം അടിച്ചിരിക്കുന്നത്. പ്രത്യേക അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തുക.
വീണ്ടും നമ്മൾ ആ കൂപ്പൺ ടോക്കണുകളെ അതിലേക്ക് തന്നെ നിക്ഷേപിക്കുകയാണ്, അതാത് ഇടങ്ങളിൽ നിക്ഷേപിക്കുക. തൊട്ടടുത്ത ആറാമത്തെ സമ്മാനം ടേബിൾ ഫാൻ നമ്മളിവിടെ സമ്മാനം ക്രമപ്പെടുത്തിയിട്ടുണ്ട്. ആ സമ്മാനത്തിന് വേണ്ടിയിട്ടുള്ള നറുക്കെടുപ്പാണ്. എല്ലാ സമ്മാനം ക്രമപ്പെടുത്തി ഗോൾഡ് കോയിൻ ഉൾപ്പെടെ നമ്മുടെ കൈവശമുണ്ട്. അത് എപ്പോൾ വേണമെങ്കിലും സ്വീകരിക്കത്ത് ക്രമപ്പെടുത്തിയിട്ടുണ്ട്. ടേബിൾ ഫാനിന് വേണ്ടിയിട്ടാണ് നറുക്കെടുക്കുക. ആദ്യത്തെ രോഗം അച്ഛനെടുക്കും. ഷാരോൺ ഒന്ന് വരണം. നാല്. എട്ട്. പഞ്ചാം 8. ഞാനൊരെണ്ണം എടുക്കാമെന്ന് വിചാരിക്കുന്നു. 1. ആൻസി മക്കളൊന്ന് എടുക്ക്. 2. നമ്മുടെ നമ്പർ 14812. നമുക്ക് വിൽപ്പന നടക്കാത്ത കൂപ്പണായതുകൊണ്ട് നമ്മൾ വീണ്ടും നറുക്കെടുപ്പിലേക്ക് പോവുകയാണ്. വീണ്ടും അതിലേക്ക് തന്നെ നിക്ഷേപിക്കുന്നു. നമ്മുടെ കുട്ടികളെല്ലാവരും വരണം. രണ്ടാണ് ആദ്യത്തെ നമ്പർ. നാലാണ് കൂപ്പൺ നമ്പർ. മൂന്നാണ് അടുത്ത നമ്പർ. ഒന്ന്. നമുക്ക് കിട്ടിയിരിക്കുന്ന നമ്പർ 12431. ആറാം സമ്മാനത്തിനായിട്ടുള്ള നറുക്കെടുപ്പ്. ഈ നറുക്ക് വീണിരിക്കുന്ന 124 ശ്രീകുമാരി CSI അമരവിള. അവരുടെ പേയ്മെൻറ്റ് അടയ്ക്കാത്തത് കൊണ്ട് ഇതിന് ഈ നറുക്കെടുപ്പിൽ അവർ ഉൾപ്പെടുത്താനായിട്ട് കഴിയുന്നില്ല. വീണ്ടും നമ്മൾ ഈ സമ്മാനത്തിൻ്റെ നറുക്കിനായി വീണ്ടും മുന്നോട്ട് പോവുക. നമ്പർ 1. 0. 1. ഒന്നാണ്. കാണിക്കും. 1 ആണോ? 7. അച്ഛാ 11017. വിറ്റ് പോകാത്ത കൂപ്പണിനാണ് ഈ നറുക്ക് വീണിരിക്കുന്നത്. ആയതുകൊണ്ട് നറുക്കെടുപ്പ് മുന്നോട്ട് പോവുകയാണ്. 2. 8. 2. നമ്മൾ കിട്ടിയിരിക്കുന്ന അത് 12822. ഈ കൂപ്പണും വിറ്റ് പോകാത്ത കൂപ്പണാണ്. ആയതുകൊണ്ട് നറുക്കിൽ ഉൾപ്പെടുത്താനായിട്ട് കഴിയുന്നില്ല. വീണ്ടും സനലച്ഛൻ എടുക്കുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു. അച്ഛനും ദയവായിട്ടൊന്ന് എടുക്കണം. ഒരു തീരുമാനം പെട്ടെന്നുണ്ടാവണമല്ലോ. 2. 0. അതൊരു ഫാൻസി നമ്പറാണ്. 12,000 നമ്പർ. 12,000. ഈ നറുക്ക് വീണിരിക്കുന്നത് നിതിൻ ലാൽ CSI ചൊവ്വര. എമൗണ്ട് പേ ചെയ്യാത്തത് കൊണ്ട് നറുക്കെടുപ്പിൽ ഉൾപ്പെടുത്താൻ കഴിയുന്നില്ല. വീണ്ടും നമ്മൾ നറുക്കെടുപ്പിൽ മുന്നോട്ട് പോവുകയാണ്. ഞാൻ ഒരെണ്ണം മുഴുവൻ എടുത്തു നോക്കട്ടെ എന്താ സംഭവിക്കും.
0 ആദ്യത്തെ നമ്പർ. 3 മോളും 3 0 1 0 3 3 0 1 0 3 3 0. ആ, 1 0 3 3 0 നറുക്കെടുപ്പിൽ സമ്മാനം ലഭ്യമായിരിക്കുന്നത് അനി ഫ്രാങ്ക്ലിൻ വട്ടവിള കല്ലയം. 1 0 3 3 0 അനി ഫ്രാങ്ക്ലിൻ വട്ടവിള കല്ലയം എന്നാണ് പേര് നമുക്ക് നൽകിയിട്ടുള്ളത്. അനി വട്ടയിൽ ഫ്രാങ്ക്ലിൻ. ഇനി അടുത്ത് നമ്മൾ 5ാം സമ്മാനത്തിലേക്ക് പോകുന്നു. ഒരു ടീപ്പോയാണ്. ടീപ്പോ ഇവിടെ ഇട്ടിട്ടുണ്ട്, ഒന്ന് നോട്ട് ചെയ്യാം. ശ്രമിച്ചോ. 2 5 2 0 1 2 5 2 0. ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന 5ാം സമ്മാനത്തിനായിട്ടുള്ള നമ്പർ. ഇത് വിറ്റ് പോകാത്ത കൂപ്പൺ ആയതുകൊണ്ട് നമ്മൾ നറുക്കെടുപ്പ് മുന്നോട്ട് പോവുക. 5 കാണിക്ക് 7 7 6 3 1 5 7 6 3 വിറ്റ് പോകാത്ത കൂപ്പണാണ്. വീണ്ടും അതുപോലെ തന്നെ 5 തന്നെയാണ് ആദ്യത്തെ വീണിരിക്കുന്നത്. 7 7 4 1 5 1 1 5 7 7 4. ഇത് വിറ്റ് പോകാത്ത കൂപ്പണാണ്. ഡീക്കർ ഇവിടെ വരണേ. 2 ക്യാമറ കാണി. 2 0 9 4 1 2 0 9 4. ഒന്ന് 2 0 9 4 ബിജു പൂവച്ചൽ, അദ്ദേഹത്തിനാണ് ഈ സമ്മാനം ലഭ്യമായിരിക്കുന്നത്. ഒരു മാസൻ കോൺട്രാക്ടറാണ്, അദ്ദേഹത്തിനാണ് ഈ സമ്മാനം ലഭ്യമായിരിക്കും. 1 2 0 9 4. അപ്പോൾ ഇത് അദ്ദേഹത്തിന് ലഭ്യമായി തീർന്നിരിക്കുന്ന സമ്മാനം ഒരു ടീപ്പോയാണ്. വീണ്ടും നറുക്കെടുപ്പിൽ മുന്നോട്ട് പോകുന്നു നമ്മൾ. അടുത്ത നമ്മുടെ സമ്മാനം ഗ്രൈൻഡറാണ്. 4ാം സമ്മാനം. 5 ആണ് ആദ്യത്തെ നമ്പർ. ചെയ്തുകൂടെ എടുക്കും. 6 0 0 7 1 5 6 0 7. വിറ്റ് പോകാത്ത കൂപ്പണാണ്. വീണ്ടും നറുക്കെടുപ്പിലേക്ക് പോകുന്നു. ടീക്കറും കൂടെ ഒന്ന് അച്ഛൻ എടുക്കണം. ടീക്കറിന് അച്ഛൻ എടുക്കണം.
1, തിരിച്ചാണ്. 6, 0. മക്കളൊന്നും എടുക്കും. 9, 1609. ഈ സമ്മാനം 136009 റവറൻഡ് മെസ്സിഹാദാസ് CSI മുല്ലൂർ സഭയുടെ പട്ടക്കാരനാണ് ലഭ്യമായിരിക്കുന്നത്. ഈ നറുക്കെടുപ്പിൽ നമ്മളെ ഏറെ സഹായിച്ചിട്ടുള്ള ഒരു പട്ടക്കാരനാണ്. അച്ഛന് പ്രത്യേക അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തുക. തുടർന്ന് നമ്മൾ 3ാമത്തെ സമ്മാനത്തിലേക്ക് എത്തുകയാണ്. അതിന് ഒരു ഡൈനിങ് ടേബിളാണ് നമ്മളിവിടെ ക്രമപ്പെടുത്തിയിട്ടുള്ളത്. അതിൻ്റെ നറുക്കെടുപ്പിലേക്ക് പോകുന്നു. അമ്മമാരെ കൂടെ ഒരു പ്രാവശ്യം കൂടെ വരുമോ, ഒന്ന് സഹായിക്കുമോ? ടീച്ചർ വരണം. ഏതാണ് നമ്പർ? 2, 9, 9. അച്ഛാ ടീച്ചർ ഒന്നുകൂടെ എടുക്കാം. 5, 12295. 3ാമത്തെ സമ്മാനത്തിനായിട്ടുള്ള നറുക്കാണ്. 12295. ഈ സമ്മാനം ലഭ്യമായിരിക്കുന്നത് 12295 നിള ആലമ്പാറ ആണ് സമ്മാനം ലഭ്യമായിരിക്കുന്നത്. പാറശാലയ്ക്ക് അടുത്താണ്. അവിടെയുള്ളവർക്കാണ് ഈ സമ്മാനം ലഭ്യമായിരിക്കുന്നത്. പ്രത്യേക അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തുകയാണ്. നമ്മുടെ ഇന്നത്തെ 2ാം സമ്മാനം ഒരു ഇൻഡക്ഷൻ സ്റ്റൗ ആണ്. ഇൻഡക്ഷൻ സ്റ്റൗവിനുള്ള നറുക്ക് നമ്മൾ ആരംഭിക്കുന്നു. അഞ്ചാണ് ആദ്യത്തെ നമ്പർ. 3, 9, 1. 15391. വിറ്റുപോകാത്ത കൂപ്പണാണ്. നറുക്കെടുപ്പ് നമ്മൾ തുടരുന്നു. 2ാം സമ്മാനത്തിനായിട്ടുള്ള നറുക്കാണ്. അജയ് നിങ്ങൾ വരൂ. വരൂ. നാല്, 9, 6, 7. 14967. ഈ കൂപ്പണും വിറ്റ് പോകാത്തതാണ്. ബാക്കിയുള്ളവർ വരൂ. വാ, ആരെങ്കിലും വാ. ഏതാണ്? 2. അവനെ കാണിക്കേ. 4, 7, 1. 12471. 2ാം സമ്മാനത്തിനായിട്ട് ഇപ്പോൾ എടുത്തിട്ടുള്ള നമ്പർ 12471. ഇതിനും സമ്മാനാർഹമുണ്ട്. 12471 അനിൽകുമാർ പാറശാല, അവർക്കാണ് സമ്മാനം ലഭ്യമായിരിക്കുന്നത്. പ്രത്യേക അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തുന്നു. നമ്മൾ ഏറെ പ്രതീക്ഷയോടുകൂടെ ഈ നറുക്കെടുപ്പിൽ കാത്തിരുന്ന 1 പവൻ സ്വർണം ഞാനിന്ന് പോയി നോക്കി. കൃത്യമായി 8 ഗ്രാം ഉണ്ട്. അങ്ങനെ ഒരു നറുക്കെടുപ്പിനുള്ള കോയിനാണ് നമ്മൾ വാങ്ങിയത്. ഇന്നത്തെ സ്വർണത്തിൻ്റെ വില 60,500 രൂപയാണ് അതിൻ്റെ വില.
0 9 8 7 1098 7 കഴിഞ്ഞ 2 നറുക്കെടുപ്പുകളിലും ഒന്നാം സമ്മാനത്തിന് വേണ്ടിയിട്ട് ഒരുപാട് പ്രാവശ്യം നമ്മൾ റൗണ്ടുകളിൽ മുന്നോട്ട് പോകേണ്ടതുണ്ട്. 6ഉം 7ഉം പ്രാവശ്യമൊക്കെ നറുക്കെടുപ്പിൽ പോയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് എങ്ങനെയാണ് സമ്മാനം ലഭ്യമായി തീരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ഒന്ന് ശ്രദ്ധിക്കാം. ഈ സമ്മാനത്തിന് അർഹമായിരിക്കുന്നത് 1097 അബിൻ എസ് മനോജ് CSI വെങ്ങാനൂർ ടൗൺ. പ്രത്യേക അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തുന്നു. 1097 ആബിൻ എസ് മനോജ് CSI വെങ്ങാനൂർ ടൗൺ. നമ്മുടെ സഭയുടെ മുൻ ശുശ്രൂഷകനായ സത്യദാസ് അച്ഛൻ്റെ സഭാംഗത്തിന് ലഭ്യമായിരിക്കുന്ന ആ സഭയിലെ പട്ടക്കാരനും സഭയുടെ കമ്മിറ്റി അംഗങ്ങളും പ്രത്യേകിച്ച് ഡോക്ടർ റാണി അവരുകളൊക്കെ കാര്യമായി നമ്മളെ സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്തു. ഈ സമ്മാനം ലഭ്യമായി തീർന്ന പ്രത്യേക അഭിനന്ദനങ്ങൾ അർഹിക്കുകയാണ്. ഇന്നത്തെ നറുക്കെടുപ്പ് ഇവിടെ പൂർത്തിയാകുകയാണ്. ഇന്ന് നമ്മുടെ മധ്യത്തിൽ പ്രിയമുള്ള സൻരാജ് അച്ഛൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. അച്ഛനോടുള്ള ഹൃദ്യമായി നന്ദി രേഖപ്പെടുത്തുന്നു. ഇതിൻ്റെ അടിസ്ഥാന ക്രമീകരണങ്ങൾ ചെയ്ത സഭയുടെ കമ്മിറ്റി അംഗങ്ങൾ, നറുക്കെടുപ്പിൻ്റെ കമ്മിറ്റി അംഗങ്ങൾ, കൂടെ സഹകരിച്ച പ്രിയപ്പെട്ട അഖിൽ, വിചിത്ര, വിനിത കൂട്ടുകാർ, ഇതിൻ്റെ ഓഫീസ് കാര്യം കൈകാര്യം ചെയ്തവർ, നറുക്കിലൂടെ ഇന്ന് സാമ്പത്തികം പലയിടങ്ങളിലായി പോയി ശേഖരിച്ചു കൊണ്ടുവന്ന സഭയിലെ അംഗങ്ങൾ, ഇവിടെ ആയിരിക്കും ഇതിൻ്റെ റിപ്പോർട്ട് ചെയ്ത പ്രിയമുള്ള ആൻസി, ഇവിടെയുള്ള പ്രിയമുള്ള യുവജനങ്ങൾ, എല്ലാവർക്കും സ്നേഹം അറിയിക്കുന്നു. ശിഷ്യന്മാരോട് പറയുകയും ആ പറഞ്ഞ പ്രസ്താവനയെ ജയിപ്പാൻ ഇന്ന് വരെ ഒരു പാതാള ശക്തിക്കും കഴിയാതെ വണ്ണം സഭയെ ഉയർത്തുകയും ചെയ്യുന്ന നല്ല ദൈവമേ, സ്വർഗീയ രാജാവേ, ഞങ്ങൾക്ക് തന്ന ഒരു പുതിയ ദിവസത്തിൻ്റെ സായനത്തിനായി നന്ദി. ആയുസ്സിലൊരു ഞായറാഴ്ച കൂടെ പരിശുദ്ധമായ ദൈവത്തെ വിശുദ്ധിയോടെ ആരാധിപ്പാൻ തന്നിരിക്കുന്ന സമയത്തിനായി നന്ദി. ആലയം വിട്ട് പിരിയാതെ ഞങ്ങൾക്ക് ഈ സമയം വരെയും ദൈവത്തോടൊപ്പം ആയിരിക്കാൻ കർത്താവ് സഹായിച്ചു. പ്രത്യേകിച്ച് ഈ ഇടവകയുടെ നിർമ്മാണത്തിൻ്റെ ബാധ്യതകൾ തീർക്കേണ്ടതിന് അവർ പ്രാർത്ഥിച്ചൊരുങ്ങി ചെയ്ത ഈ സംരംഭത്തെ ഇത്രത്തോളം ദൈവം അനുഗ്രഹിച്ചു. പ്രതീക്ഷയില്ലാതെ സഹായിക്കണമെന്നുള്ള മനസ്സോടെ, സമ്മാനം എന്നുള്ള ആശയില്ലാതെ പലരും ഇതിൽ ഭാഗമാകുമ്പോൾ അവർ പ്രതീക്ഷിക്കാത്ത സമയങ്ങളിൽ അവർ വിചാരിക്കുന്നതിനപ്പുറമായ സമ്മാനങ്ങൾ നൽകുവാൻ ഈ സഭ ഒരുങ്ങുകയും ദൈവം അതിനിടയാക്കുകയും ചെയ്തുകൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ 2ാം ഘട്ട നറുക്കെടുപ്പ് ഇന്ന് ചെയ്തെടുപ്പാൻ ദൈവം കൃപ നൽകി. എല്ലാ ക്രമീകരണങ്ങളെയും സാഹചര്യങ്ങളും ദൈവം ഒരുക്കി. ഓരോന്നും അതതിൻ്റെ സമയത്ത് ഭംഗിയായി ചെയ്യുന്ന ദൈവമേ, ഈ സമയം സമ്മാനങ്ങൾ ലഭിച്ചവർ ഇതറിയാതിരിക്കെ ഞങ്ങൾ അവരുടെ സന്തോഷത്തിൽ പങ്കുചേരുന്നു, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇനിയും ഈ സമ്മാനങ്ങൾ ലഭിക്കുന്നവർ ദൈവരാജ്യത്തിന് വേണ്ടി, ദൈവനാമത്തിന് വേണ്ടി, സഭകൾക്ക് വേണ്ടി കൊടുക്കുന്ന തരത്തിൽ അവരെ വർദ്ധിപ്പിക്കണമേ. ഇതിനുവേണ്ടി പ്രവർത്തിച്ചവരും അധ്വാനിച്ചവരും നേതൃത്വം കൊടുത്തവരും എല്ലാവരും അനുഗ്രഹിക്കണം. ഇടവകയ്ക്കായി, ഇടവക ശുശ്രൂഷകനായി, ചർച്ച് സെക്രട്ടറിക്കായി, അക്കൗണ്ടന്റായി, കമ്മിറ്റി അംഗങ്ങൾക്കായി, എല്ലാ ജനങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. ഇത് ഭാഗവാക്കായവർ, സഹകരിച്ചവർ, ഇത് കോർഡിനേറ്റ് ചെയ്യുന്നവർ എല്ലാവരും അനുഗ്രഹിക്കണമേ. കർത്താവ്, ഇനിയും ധാരാളം ആളുകൾ ഈ സംരംഭത്തിൽ പുതുതായി പേർ ചേർക്കപ്പെടുവാനും അതെല്ലാം ചേർത്ത് ഇതിൻ്റെ പൂർത്തീകരണത്തിലെത്തുമ്പോൾ 1 രൂപയുടെ ബാധ്യതയില്ലാതെ എല്ലാം ചെയ്തു തീർപ്പാനുള്ള ദൈവകൃപയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവ അത്ഭുതമാക്കി ചെയ്യണമേ. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും അനുഗ്രഹിക്കണമേ. ഞങ്ങളാൽ കഴിയുന്നതാവോളം ദൈവനാമത്തിന് വേണ്ടി ചെയ്യുമ്പോൾ ഈ ചെറിയവരിൽ ഒരുത്തനെ ചെയ്യുന്നതെല്ലാം എനിക്ക് വേണ്ടി ചെയ്യുന്നു എന്നുള്ള ദൈവിക കൽപ്പനയുടെ പ്രമാണത്തിലേക്ക് തികഞ്ഞു വരുവാൻ ഞങ്ങളെയും സഹായിക്കണമേ. ഞങ്ങളെ സന്തോഷത്തോടെ മടക്കി അയക്കണം. സകല കൃപ കൊണ്ട് നിറയ്ക്കും. യേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ആശീർവാദം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സംസർഗവും കൂട്ടായ്മയും നമ്മോടും പ്രാർത്ഥിച്ചോർത്ത എല്ലാ വിഷയങ്ങളോടും ഈ സംരംഭത്തിന്റെ വിജയകരമായ പൂർത്തീകരണത്തോടും ഇതിൽ ഭാഗമാകുന്ന എല്ലാവരോടും ഇവിടെ സന്നിഹിതരായിരിക്കുന്ന പ്രിയപ്പെട്ടവരോടും നമ്മൾ മടക്കയാത്രോടും സഭയോടും തുടർന്നുള്ള ശുശ്രൂഷയോടും ഇന്ന് മുതൽ എന്നേക്കും ഇരിക്കുമാറാകട്ടെ. ആമേൻ. തുടർന്നുള്ള നറുക്കെടുപ്പുകളിലും എല്ലാവരും സന്തോഷത്തോടെ പങ്കെടുക്കുക. അവസാനത്തെ നറുക്കെടുപ്പിന് വരെയുള്ള നിക്ഷേപങ്ങൾ നിങ്ങൾ പങ്കിടേണ്ടെന്നവ പങ്കിടുകയും ഈ ദേവാലയ നിർമ്മാണത്തിന് പദ്ധതിയിൽ പങ്കുചേരുകയും ചെയ്യാനായിട്ട് ആവശ്യപ്പെടുന്നു. എല്ലാവർക്കും അനുഗ്രഹീതമായ
വൈകുന്നേരം ആശംസിക്കാം.